നമസ്കാരം. വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീക്ക് ഭർത്താവിൽ നിന്ന് ജീവനാംശം തേടാൻ അവകാശമുണ്ടോ? ഇത് സംബന്ധിച്ച് ഒരു സുപ്രധാന വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിവാഹമോചിതയായ മുസ്ലിം വനിതയ്ക്ക് ജീവനാംശം ലഭിക്കുന്നതിനായി ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ 125 വകുപ്പ് പ്രകാരം കേസ് നൽകാമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് തെലങ്കാന സ്വദേശി സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം. 1986 മുസ്ലിം വിവാഹമോചന നിയമപ്രകാരം മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം നൽകേണ്ട ആവശ്യമില്ല. ഈ നിയമം ചൂണ്ടിക്കാട്ടിയാണ് തെലങ്കാന സ്വദേശി മുഹമ്മദ് അബ്ദുൾ സമദ് ഹർജി സമർപ്പിച്ചത്. ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ 125 വകുപ്പ് പ്രകാരം ഭർത്താവിനെതിരെ ജീവനാംശം ആവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്യാൻ മുസ്ലിം സ്ത്രീക്ക് അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. മുസ്ലിം യുവതികൾക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും ഈ അവകാശമുണ്ടെന്നും സുപ്രീം കോടതി വിലയിരുത്തി. ജസ്റ്റിസുമാരായ BV നാഗരത്ന, അഗസ്റ്റിൻ ജോർജ് മസിഹ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. ഹർജിക്കാരന്റെ മുൻ ഭാര്യയ്ക്ക് പ്രതിമാസം 10,000 രൂപ ജീവനാംശമായി നൽകാൻ തെലങ്കാന ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെയാണ് ഹർജിക്കാരൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. 2017 മുഹമ്മദ് അബ്ദുൾ സമദും ഭാര്യയും തമ്മിൽ മുസ്ലിം വ്യക്തി നിയമപ്രകാരം വിവാഹമോചിതരായത്. 1986 മുസ്ലിം സ്ത്രീ വിവാഹമോചനാവകാശ സംരക്ഷണ നിയമമനുസരിച്ച് വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് ആനുകൂല്യം ലഭിക്കാൻ അർഹതയില്ലെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. എന്നാൽ സുപ്രീം കോടതി ഇത് അംഗീകരിച്ചില്ല. മുസ്ലിം സ്ത്രീക്ക് മുൻ ഭർത്താവിൽ നിന്നും ജീവനാംശം തേടാമെന്നും ഇതിനായി ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ 125 വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാമെന്നും സുപ്രീം കോടതി പറഞ്ഞു. മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമല്ല വിവാഹിതരായ എല്ലാ സ്ത്രീകൾക്കും ഇതിനുള്ള അധികാരമുണ്ടെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ 125 വകുപ്പ് പ്രകാരം മുസ്ലിം വനിതകൾക്ക് കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്ന് പ്രസിദ്ധമായ ഷാബാനോ കേസ് വിധിയിലും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ഈ വിഷയത്തിൽ വ്യക്തി നിയമത്തെക്കാൾ മതേതര നിയമമാണ് നിലനിൽക്കുകയെന്നും സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു. എന്തായാലും ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനു വേണ്ടിയുള്ള സുപ്രീം കോടതിയുടെ സുപ്രധാന വിധികളിൽ ഒന്നാണ് ഇത്. വിവാഹമോചിതരായ സ്ത്രീകൾക്ക് പുനർവിവാഹം കഴിക്കുന്നതുവരെ ജീവനാംശത്തിന് അർഹതയുണ്ടെന്ന നിർണായക ഉത്തരവായിരുന്നു 1985 ഷാബാനോ കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. ഷാബാനോ എന്ന മുസ്ലിം യുവതിയാണ് തന്റെ ഭർത്താവ് മുഹമ്മദ് അഹമ്മദ് ഖാനെതിരെ ജീവനാംശം ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്തത്. തുടർന്ന് കേസിൽ CRPCയുടെ 125 വകുപ്പ് പ്രകാരം ജീവനാംശത്തിനുള്ള അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി വിധി എഴുതുകയായിരുന്നു. അന്ന് ഈ വിധി വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. മുസ്ലിം സംഘടനകളും രാഷ്ട്രീയക്കാരും പുരോഹിതരുമടക്കം ഈ വിധിക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ 1986 മുസ്ലിം സ്ത്രീകൾക്കായി പുതിയ നിയമം രാജീവ് ഗാന്ധി സർക്കാർ കൊണ്ടുവരികയും ചെയ്തു. ഇതുപ്രകാരം വിവാഹമോചനത്തിന് ശേഷം മുസ്ലിം സ്ത്രീകൾക്ക് മുൻ ഭർത്താവ് നൽകേണ്ട ജീവനാംശം യുദ്ധകാലത്തിനുള്ളിൽ ഭർത്താവ് നൽകിയാൽ മതി. അന്ന് ഈ നിയമം വിവേചനപരമാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. വാർത്തയുടെ നിറം തേടി തനി നിറം.